ഹായ്, ഗ്രീൻഫിൻ ഷൗക്കത്താണേ. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ ഗുരുവായൂർ. നമ്മളെ അക്വപോണിക്സിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടായിട്ട് ഭയങ്കര ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുന്ന, കൃഷിയോടൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതാണ്ടോ, കയറി ചെല്ലുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അടിപൊളി ചക്ക വിരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളായിട്ട് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ അക്വപോണിക്സും വിത്ത് ഫിഷ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടേജിൽ തന്നെയാണ് ഈ ഒരു വളരെ മനോഹരമായ രീതിയിൽ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, എത്ര വെള്ളം, എത്ര ക്ലിയർ ആയിട്ടാണ് വെള്ളത്തിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഫിഷിനൊക്കെ വളരെ നല്ല രീതിയിൽ ഭംഗിയോടെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഫിഷും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും വളരെയേറെ മനോഹരമായ രീതിയിലാണ് ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്, ചെറിയൊരു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ റഷീദ് ഖാ, എന്തൊക്കെയാണ്? ഒരുപാട് നാളെ ഇവിടെ വരണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഇന്നത് സിമ്പിൾ സംഭവങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് എന്താണ്? കൃഷിപ്പാടം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മളെ തിരുവൂരിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് 2 അടി താഴ്ചയിലൊരു കുഴിയെടുത്തു, അതിൽ ഷീറ്റ് വിരിച്ചു. ഷൗക്കത്ത് തന്നെ അയച്ചെന്നുള്ള ഒരു ഷീറ്റാണ് നമ്മൾ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വിരിച്ചു, അതിൻ്റെ ആ മണ്ണെടുത്തിട്ട് അവിടെ കൂട്ടിയിട്ടിട്ട് കുറച്ച് വെള്ളച്ചാട്ടം പോലെ ആക്കി അവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഇവിടെ ഇതിലത്തെ വെള്ളം അതിലൂടെ കയറി ഇറങ്ങുന്ന രീതിയിൽ ഒരു ഓക്സിജനിലേക്കാൻ വേണ്ടി ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ 8-6 കല്ലുകൾ വെച്ചിട്ട് ഒരു ഗ്രോ ബെഡ് സെറ്റ് ചെയ്തു. അതിൽ 6 ഇഞ്ചിൻ്റെ മെറ്റലാണ് നിറച്ചിട്ടുള്ളത്, 12 ഇഞ്ചിൻ്റെ അത്തിൽ. അപ്പോൾ ഇതിലെ വെള്ളം ഇതിലേക്ക് കയറുന്നു, കയറി വെള്ളം തിരിച്ചിലേക്ക് വരുന്നു. ഇതിലുള്ള ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് ഇതിൽ 100 മത്സ്യങ്ങളും ഇതിൽ അത്യാവശ്യം പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പമല്ല, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ വെള്ളത്തിൻ്റെ. അപ്പോൾ വളരെ ക്വാളിറ്റി, ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താനും പറ്റുന്നുണ്ട്. അത്ര നമുക്ക് അടിത്തട്ടിൽ കണ്ട മണ്ണൊക്കെ കണ്ടില്ലേ. ഈ സിസ്റ്റത്തിൽ നമുക്കൊരു 50 കിലോളം മത്സ്യങ്ങളെ കിട്ടുന്നതാണ്. 6 മാസം കൊണ്ട് 50 കിലോ മത്സ്യങ്ങൾ ഈ ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് കിട്ടും. 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ്. അതിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു 5 സ്ക്വയർ മീറ്ററിൽ ആണ് ഈ ഒരു ബെഡ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. വെറുതെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് മാറ്റാനൊക്കെ വളരെ എളുപ്പമാണ്, ഒരു പ്രയാസമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെ, വീടിൻ്റെ മുന്നിൽ തന്നെ വളരെ മനോഹരം. ഇപ്പോൾ മോട്ടോർ ഓൺ ആയിട്ട്, മോട്ടോർ ഓൺ ആകുമ്പോൾ വെള്ളം ഇതിൽ കയറുന്നു, മോട്ടോർ ഓഫ് ആകുമ്പോൾ ഇത്രയുള്ള അതിൻ്റെ സംഭവം. വേറെ നിങ്ങളുടെ മറ്റുള്ള ഫിൽറ്ററുകളോ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ സിമ്പിൾ ഫിൽറ്ററാണിത്. എങ്കിലും അതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും ഈ പച്ചക്കറിയുടെ വളർച്ച കണ്ടില്ല. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഇതേപോലെ പച്ചക്കറിക്ക് അത്യാവശ്യം നല്ല മത്സ്യങ്ങൾ കഴിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇക്കാൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തായിട്ട് വലിയൊരു ലോകം തന്നെയുണ്ട്. ഇത് കണ്ടോ, ഗൗരാമി, തിലാപ്പിയ, കരിമീൻ, അങ്ങനെയുള്ള ഫിഷുകൾ മിക്സ് ആക്കിയിട്ടാണ് ഇതിൽ വളർത്തുന്നത്. വളരെ ഭംഗിയോടെ കണ്ടോ, സുന്ദരമായിട്ടാണ് നമുക്ക് കാഴ്ച കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. അത് കണ്ടോ നിങ്ങൾ, അതിലേക്ക് ഈ വെള്ളം പച്ച കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഗ്രീൻ ആൽഗ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു UV ഫിൽറ്ററാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ എത്ര മനോഹരമായിട്ടാണ് വെള്ളത്തിൻ്റെ ക്ലാരിറ്റിയൊക്കെ നിലനിർത്തുക. കണ്ടോ കേട്ടോ, വളരെ മനോഹരമായ രീതിയിലാണ് ഫിഷിനൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു വെള്ളപ്പായൽ പിടിക്കാതെ വളരെ ക്ലാരിറ്റിയോട് കൂടി നിലനിർത്താൻ പറ്റുന്ന ഒരു UV ഫിൽറ്റർ വരെ കൊടുത്തിട്ടാണ് അക്വപോണിക്സിൽ ഈ ഒരു മീനിങ്ങിനെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നത്. ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടില്ലേ, അത്രയും വൃത്തിയായിട്ടുള്ള രീതിയിലാണ്, മനോഹരമായ രീതിയിൽ തന്നെയാണ്. ഇത് കണ്ടോ, ഇത് വളരെ സിമ്പിളായിട്ട് മെറ്റലിൽ തക്കാളി കൃഷിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ വെള്ളരി അതുപോലെയുള്ളതെല്ലാം വിത്തുകളും ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ശരിക്കും ഒരു എന്താ പറയാന്നറിയില്ല, പ്രകൃതിയോട് 100% കൂറ് പുലർത്തിക്കൊണ്ടുള്ള ഒരു മത്സ്യകൃഷിയാണ് എനിക്കിവിടെ. മത്സ്യകൃഷിയോടനുബന്ധിച്ച് തന്നെ പച്ചക്കറിയും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നല്ല ചേമ്പ് നല്ല അടിപൊളിയായിട്ട് വളരുന്നത്. ഇത്രയും ക്വാളിറ്റിയോടെയുള്ള ഒരു ഫാമിംഗ് ആണ് നമ്മുടെ റഷീദ് ഖാൻ്റെ ഈ ഒരു വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് റഷീദ് ഖാൻ ഒരുപാട് ബിസിയുള്ള ഒരു ദിവസത്തേക്കായിട്ട് പോയിട്ടുണ്ട്. കണ്ടല്ലേ,
ഇവിടെ അക്വപോണിക്സിൻ്റെ ക്ലാസ് നടക്കുകയാണ്. ഒരുപാട് മലപ്പുറത്ത് ബാച്ചാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു കൃഷി രീതിയെ പറ്റി പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ കാഴ്ചകളിലേക്ക് പോകാം.